നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് യെസ് ഓർ നോ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് ഒരു ചോദ്യമേ ഉള്ളൂ, യെസ് ഓർ നോ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് റീഡിംഗ് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണൽ റീഡിങ്ങിൽ ഞാൻ യെസ് ഓർ നോ എടുക്കാറില്ല. കാരണം യെസ് ഓർ നോ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈ വ്യക്തി എന്നെ അൺബ്ലോക്ക് ചെയ്യുമോ? യെസ്, അൺബ്ലോക്ക് ചെയ്യും. ഓക്കെ, ഇന്ന് അൺബ്ലോക്ക് ചെയ്തു, 2 ദിവസം കഴിഞ്ഞ് ഈ വ്യക്തി പിന്നെയും ബ്ലോക്ക് ചെയ്തു. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ശരിക്കുമുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. ഈ വ്യക്തി ബ്ലോക്ക് ചെയ്യുന്നു, പിന്നീട് അൺബ്ലോക്ക് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു, അൺബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നടക്കണം അല്ലെ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ റീഡിംഗ് എടുക്കാത്തത്. ഞാൻ എപ്പോഴും റീഡിംഗ് എടുക്കുമ്പോൾ ഓറക്കിൾ മെസ്സേജ് നോക്കും, പിന്നെ നിങ്ങൾ തമ്മിലുള്ള എനർജി എന്താന്ന് നോക്കും. ആ എനർജിയിൽ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തി ബ്ലോക്ക് ചെയ്താലും അൺബ്ലോക്ക് ചെയ്താലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താകുമെന്ന്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇത് എടുക്കുന്നത്. മൂന്നാമത്തെ ചോദ്യമാണ്, മൂന്നാമത് നിങ്ങൾ ഈ വ്യക്തി അൺബ്ലോക്ക് ചെയ്യുമോ? അപ്പോൾ യെസ് ഓർ നോ വന്നാൽ അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടും. ആ കാർഡിൽ നിന്ന് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും. മനസ്സിലായോ? അവസാനം നിങ്ങൾക്ക് ഈ വന്നിരിക്കുന്ന യെസ് ഓർ നോ ആൻസറിൽ നിന്ന് ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് തരുന്നത് അതും കൂടെ പറഞ്ഞു തരും. അപ്പോഴേ ഒരു റീഡിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ യെസ് ഓർ നോ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്ക് പൈസ കിട്ടും, നിങ്ങൾക്ക് പക്ഷെ അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ. എന്നാലും അപ്പൊ ഇത്രയും പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ഇവിടെ ജനറൽ റീഡിങ്ങിൽ ഞാൻ ഈ ഒരു യെസ് ഓർ നോ ആണ് ചോദിക്കാൻ പോകുന്നത്. പലരും എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള യെസ് ഓർ നോ ആൻസർ ആണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, എത്ര പേർക്ക് റെസനേറ്റ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ചോദ്യം, നോ കോൺടാക്റ്റിൽ ഇരിക്കുന്ന ഈ വ്യക്തി 30 ഏപ്രിൽ 2026 മുമ്പ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമോ? ഇവിടെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വ്യക്തി ചിലപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സോഡിയാക് സൈനിലുള്ള ആളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ മാനേജറോ നിങ്ങളുടെ ബോസോ നിങ്ങളുടെ എംപ്ലോയറോ അങ്ങനെ എന്തോ നിങ്ങളുടെ കമ്പനി തന്നെ ഉയർന്ന നിലയിലിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കാം. നല്ല ധനമുള്ള ഒരു വ്യക്തിയാണിത്. സ്ത്രീ ആവാം, പുരുഷനാവാം. അതുപോലെ തന്നെ വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. വളരെ സെക്യൂർ ആണ്, സ്റ്റേബിൾ ആണ്. പക്ഷേ നമ്മൾക്ക് ഈ വ്യക്തി ഒരു പിടി തരാത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഈ വ്യക്തി ഒരു വിവാഹിതനോ വിവാഹിതയോ ആണെങ്കിൽ ഒരു ടൈം പാസ് ആയിരിക്കും ഇവര് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ എന്തായാലും അൺബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി ഏപ്രിൽ 30, 2026 നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. നോ കോണ്ടാക്ട് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഈ വ്യക്തി നിങ്ങളെ 30 ഏപ്രിൽ 2026 മുമ്പ് അൺബ്ലോക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഭഗവാനെ. അപ്പൊ ഇവര് ഏപ്രിൽ 30, 2026 മുമ്പ് നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുമോ? ഇവിടെ യെസ് എന്നാണ് പറയുന്നത്. ഒരു സെലിബ്രേഷൻ, ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടാവും. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണ്. ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ടാവും. ഒരു പാർട്ടിയുടെ ആ സമയത്താണ് ഇവര് നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുക. അപ്പൊ എന്തോ ഒരു പാർട്ടി നിങ്ങളെല്ലാം കൂടി ചേരാൻ പോകുന്നു. ചിലപ്പോൾ ഒരു റിയൂണിയൻ ആവാം, കോളേജ് റിയൂണിയൻ ആവാം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആവാം, കമ്പനി മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗെദർ ആവാം. എന്തോ അങ്ങനെ ഒരു സെലിബ്രേഷന്റെ സമയത്താണ് ഇവര് ചിലപ്പോൾ 2-3 വെള്ളമൊക്കെ അടിച്ചു കഴിയുമ്പോൾ കുറച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് വരുമ്പോൾ, ഇപ്പൊ ഭയങ്കര സ്റ്റിഫ് ആയിരിക്കുന്നവര് വെള്ളം അടിച്ചു കഴിയുമ്പോൾ ഇമോഷണൽ ആവുമ്പോൾ ചിലപ്പോൾ അൺബ്ലോക്ക് ചെയ്യുന്നതും ആകാം. അപ്പോ അൺബ്ലോക്ക് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ, ഏപ്രിൽ 30-നുള്ളിൽ. ഇനി നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം ഏപ്രിൽ 30, 2026 നിങ്ങളുടെ മാരേജ്, വിവാഹം കൺഫേംഡ് ആകുമോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. മാരേജ് കൺഫേംഡ് ആവുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നോ എന്നാണ് പറയുന്നത്. നോ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഈ വ്യക്തിക്ക് മാരേജ് കൺഫേംഡ് ആവില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എന്താ പറയാ, ഒരു അത് ഈ ഒരു കൺഫേംഡ് ആവാതിരിക്കുമ്പോൾ ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഡിസപ്പോയിന്റഡ് ആകും കേട്ടോ, വളരെയധികം സങ്കടത്തിലാവും. ഇത് പക്ഷെ ഈ മാസം കൺഫേംഡ് ആവില്ല എന്നേ ഉള്ളൂ.
അടുത്ത മാസമാവാം, അതിന്റെ അടുത്ത മാസം. പക്ഷെ എല്ലാ പ്ലാനിങ്ങും ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ചെന്ന് ഇപ്പൊ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും, എന്തായാലും ഈ കല്യാണം ഈ മാസം നടക്കും, അപ്പൊ കുറെ ഡിലേ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ മാസം നിങ്ങൾ കൺഫേം ആവുമെന്ന് വളരെയധികം എന്താ പറയാ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളെ വാറൊക്കെ നടക്കുന്നത് കൊണ്ടുള്ള ഒരു യാത്രയ്ക്കെല്ലാം പ്രശ്നമുണ്ട്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഇതിൽ ഇനിയും ഡിലേ ആവാൻ വരുന്നത്. കാരണം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പൊ പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ടാണ് നിങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി വരാനായിട്ട് പറ്റാതിരിക്കാം, കല്യാണം മുടങ്ങുന്നല്ല ഇവിടെ, സമയം കുറച്ചും കൂടെ നീണ്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഇല്ലാതിരിക്കില്ല ഈ കല്യാണം. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണത്. അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുമോ? അതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുമോ? അതുപോലെ തന്നെ നിങ്ങൾ വിവാഹാഭ്യർത്ഥന നടത്തിയാൽ അവർ സ്വീകരിക്കുമോ? 30 ഏപ്രിൽ 2026 ഇത് മേ ബി എന്നാണ് പറയുന്നത്. ഇവിടെ അത്ര ഒരു 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 സ്ഥിരതയില്ല. എന്ന് വെച്ചാല് ഇത് വളരെ ശാഠ്യത്തോടെ ഇരിക്കുന്ന ഒരാളാണ്. ഇതുവരെ വേണ്ട, ഇല്ല, നിങ്ങളുമായിട്ട് ഒരു അടുപ്പവും വേണ്ട എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഉഴപ്പി നടന്നിരുന്ന ഒരു എനർജിയാണ്. കുറച്ച് അയയും നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ വരുമെന്നാണ് പറയുന്നത്. ഇതുവരെ അവർ ഭയങ്കര സ്റ്റബൺ ആയിരുന്നു. ഇത് നടക്കാൻ പോകുന്നില്ല, എന്നോട് മേലാൽ മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് വലിയ ജാടയിട്ട് നടന്നിരുന്ന ഒരാളാണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആണ്. അപ്പൊ അതിനൊരു അയവ് വരും. നിങ്ങളോട് സംസാരിക്കാനൊക്കെ അവർ ശ്രമിക്കും. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാല് അവര് യെസ് ഓർ നോ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും അതിനൊരു എന്താ പറയാ ഒരു ഹോപ്പ് നിങ്ങൾക്ക് തരും അവര് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം 30 ഏപ്രിൽ 2026 അപ്പൊ അതാണ് പ്രപ്പോസ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭ്യർത്ഥന അവർ സ്വീകരിക്കുമോ എന്ന് നമ്മൾ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെല്ലാം രണ്ടുപേരും വിവാഹമൊക്കെ കൺഫേം, നിങ്ങൾ തമ്മിൽ കൺഫേംഡ് ആയി, കല്യാണം കഴിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വീട്ടുകാർ ഒരു തരത്തിൽ അടുക്കുന്നില്ല, നിങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെയോ. അപ്പൊ വീട്ടുകാരുടെ സമ്മതം നിങ്ങൾക്ക് അവരെല്ലാവരും കൂടെ ആക്സെപ്റ്റ് ചെയ്യുമോ 30 ഏപ്രിൽ 2026 അതാണ് നമ്മൾ ചോദിക്കുന്നത്. യെസ് ഓർ നോ. ഇതൊരു റിവേഴ്സ് കാർഡ്. യെസ്സിന് നോ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എന്താ പറയാ പകുതി മനസ്സോടെയാണ് മിക്കവരും സമ്മതിക്കുക എന്നാണ് പറയണത്. ചിലര് സമ്മതിക്കും, ചിലരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാവരെയും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ചിലര് പകുതി മനസ്സോടെ ആയിരിക്കും സമ്മതിക്കുന്നത്. അപ്പൊ എന്നാലും അവിടെ പിന്നെയും പണി കിടക്കുന്നു. അപ്പൊ 30 ഏപ്രിൽ 2026 കുറെ പേരെ നിങ്ങളുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ കഴിയും. എന്നാലും കുറച്ചു പേരെങ്കിലും ഒരു മുരടന്മാരായിട്ട് നിൽക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോ അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഈ മാസം നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ഡേറ്റ് കിട്ടുമോ? ഈ മാസം നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ഡേറ്റ് കിട്ടുമോ? അതാണ് പറയുന്നത്. ഏസ് ഓഫ് വാൻസ് ആണ്, യെസ് ആണ് പറയുന്നത്. അപ്പൊ ഈ മാസം നിങ്ങൾക്ക് വിവാഹത്തിനുള്ള ഡേറ്റ് കിട്ടും. വളരെ പാഷനറ്റ് ആയിട്ട് നിങ്ങൾ അതിന്റെ പുറകെ ഇരിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അപ്പോ നിങ്ങൾ അതിന്റെ പുറകെ ഇരുന്ന് കഴിഞ്ഞാല് ഈ മാസം നിങ്ങൾക്ക് കല്യാണത്തിനുള്ള ഡേറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നല്ല കാർഡാണിത്. ഓൾറൈറ്റ്. അപ്പൊ ഇതായിരുന്നു റീഡിംഗ്. ഇതോടുകൂടി ഞാൻ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയുമായ ആരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി വിഷു. ടേക്ക് കെയർ, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.